ഹായ് ഓൾ, നമ്മൾ ഈ ഒരു വീഡിയോനകത്ത് യൂണിറ്റ് 2 ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, ബിസിനസ് ലോയിൽ യൂണിറ്റ് 2 ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് 1872. ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് 1872. ഇതിനകത്ത് ലേണിംഗ് ഒബ്ജക്റ്റീവ്സ്, ഇൻട്രൊഡക്ഷൻ, കോൺട്രാക്ട് ഓഫ് ഇൻഡെമിനിറ്റി, കോൺട്രാക്ട് ഓഫ് ഗ്യാരണ്ടി, കോൺട്രാക്ട് ഓഫ് contract of indemnity, contract of guarantee, contract of bailment, contract of pledge, contract of agency, chapter summary, keywords, review question, multiple choice questions. ഓക്കെ, ഇതാണ് നോർമലി നമുക്ക് ഇതിനകത്ത് വരുന്നത്. ക്ലിയർ? ഇതിനകത്ത് വരുന്ന ലേണിംഗ് ഒബ്ജക്റ്റീവ്സ്. After completing this chapter, student will able to explain contract of indemnity, contract of guarantee, contract of bailment, contract of pledge, understand the contract of agency. ഇത്രയും കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, ഇൻട്രൊഡക്ഷനിൽ every day most of us enter into one or the other contract. Most of this contract are implied contracts. നമ്മൾ ഇംപ്ലൈഡും ഉണ്ട് എക്സ്പ്രസ്സും ഉണ്ട് എന്ന് പറഞ്ഞു അല്ലേ. ഇംപ്ലൈഡ് കോൺട്രാക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ വാക്കാൽ പറയുന്ന കോൺട്രാക്റ്റാണ്. അവിടെ നമുക്ക് ഒരു രീതിയിലുള്ള റിട്ടേൺ എഗ്രിമെൻറ്റ്സുകളൊന്നുമില്ല. ഇതിന് പകരം വാക്കാലാണ് നമ്മൾ കോൺട്രാക്റ്റ് വെക്കുന്നത്. ഇമ്പോർട്ടൻ്റ് ആൻഡ് ബിസിനസ് റിലേറ്റഡ് കോൺട്രാക്റ്റ് ആർ റിട്ടേൺ with a detailed terms and condition. Every person who is a party to a contract must know about the legitimate involved in a valid contract and the right and obligatory breach of a contract can lead to an unlawful action being taken by one party against another, usually through a court injunction. Extend as far as whole of Indian excluding state of Jammu and Kashmir. It came into force on the first day of September 1872. ജസ്റ്റ് ഇൻട്രൊഡക്ഷൻ കൊടുത്തിരിക്കുകയാണ്, അതൊന്നും കാര്യമില്ല. നമുക്കിവിടെ മെയിനായിട്ട് പഠിക്കാനുള്ളത് ഇൻഡിപെൻഡൻറ്റി, ഗ്യാരൻറ്റിയും ബെയിൽമെൻറ്റും പ്ലെഡ്ജും കാര്യങ്ങളൊക്കെയാണ്. ഒന്നാമത്തെയാണ് കോൺട്രാക്ട് ഓഫ് ഇൻഡിമിനിറ്റി. കോൺട്രാക്ട് ഓഫ് ഇൻഡിമിനിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ആസ് പെർ സെക്ഷൻ 124, a contract by which one party promised to save the other from loss caused to him by the conduct of promiser himself or by the conduct of any other person is called contract of indemnity. Contract by which one party promised to save other from loss caused to him by the conduct of promiser himself or by the conduct of any other person is called contract of indemnity. അതായത് കോൺട്രാക്ട് ഓഫ് ഇൻഡിമിനിറ്റി ഓക്കെയാണ്. അതായത് ഇൻഷുറൻസ് സർവീസ് ഈസ് അനദർ എക്സാമ്പിൾ ഓഫ് കോൺട്രാക്ട് ഓഫ് ഇൻഡിമിനിറ്റി. ദർ ആർ ടു പാർട്ടീസ് ഇൻ എ കോൺട്രാക്ട്, ഇൻഡിമിനിഫയറും ഇൻഡിമിനിഫൈഡും. അതായത് കോൺട്രാക്ട് ഓഫ് ഇൻഡിമിനിറ്റിയിൽ ഇൻഷുറൻസ് കോൺട്രാക്ട് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് കോൺട്രാക്ട് ഓഫ് ഇൻഡിമിനിറ്റി. അതിൽ ഇൻഡിമിനിഫയറും ഉണ്ട്, ഇൻഡിമിനിഫൈഡും ഉണ്ട്. ഓക്കെ, വൺ പാർട്ടി പ്രോമിസ് ടു സേവ് ദി അതർ ഫ്രം ലോസ് കോസ്ഡ് ടു ഹിം ബൈ കോൺട്രാക്ട് ഓഫ് പ്രോമിസർ ഹിംസെൽഫ് ഓർ ബൈ ദ കണ്ടക്ട് ഓഫ് എനി അതർ പേഴ്സൺ. ഇതിൽ കോൺട്രാക്ട് ഓഫ് ഇൻഡിമിനിറ്റിയിൽ ഇത്രേ പറയുന്നുള്ളൂ, നിങ്ങൾക്ക് എന്തെങ്കിലും ലോസ് വരുന്നതിൽ നിന്ന് ഞങ്ങൾ നിങ്ങളെ സംരക്ഷിക്കാം എന്ന് പറയുന്നതാണ്. ഓക്കെ, സിംപ്ലി പറയുകയാണെങ്കിൽ. അപ്പോൾ അതിന് ബെസ്റ്റ് എക്സാമ്പിളാണ് ഇൻഷുറൻസ് കോൺട്രാക്റ്റ് എന്ന് പറയുന്നത്. ദർ ആർ ടു പേഴ്സൺ ഇൻവോൾവ് ഇൻ ദ കോൺട്രാക്ട് ഓഫ് ഇൻഡിമിനിറ്റി, ഇൻഡിമിനിഫയർ ആൻഡ് ഇൻഡിമിനിഫൈഡ്. ഓക്കെ, റൈറ്റ്സ് ഓഫ് എ ഇൻഡിമിനിറ്റി ഹോൾഡർ. ഇൻഡിമിനിറ്റി ഹോൾഡറിൻ്റെ റൈറ്റ്സ് എന്തൊക്കെയാണ്? As per section 125, rights of indemnity holder when sued are as under. The promise in a contract of indemnity acting within the scope of the authority is entitled to recover from the promiser all the damages which he may be compelled to pay in any suit in respect of any matter to which the promise to indemnify applies. All costs which he
may be compelled to pay in any such suit if in bring or defending it he did not contravene the order of the promisor and acted as it would have been prudent for him to act in the absence of any conduct of indemnity, or if the promisor authorized to him bring and or defend the suit. All the sums which may have paid under the terms of any compromise of any such suit, if the compromise was not contrary to order of the promisor and was one which it would have been prudent for promise to make the absence any conduct of indemnity, or if the promisor authorized him to compromise the suit. ഈ ഇൻഡിമിനിറ്റി ഹോൾഡർക്ക് വരുന്ന റൈറ്റിൽ ഒന്നാമത്തെ കേസ് ഓൾ ഡാമേജസ് വിച്ച് ഹീ മേ ബി കമ്പൽ ടു പ്ലേ, അദ്ദേഹത്തിന് വരുന്ന എല്ലാ ഡാമേജസിനും ഇയാൾ കമ്പലാണ്, ഐ മീൻ ഷ്യൂറായിട്ട് അത് പേ ചെയ്യണം. അതേപോലെ തന്നെ എല്ലാ കോസ്റ്റുകളും അദ്ദേഹം കമ്പൽഡ് ടു പേ. അത് എനിക്കിഷ്ടമല്ല എന്ന് പറഞ്ഞാൽ മാറി നിൽക്കാനായിട്ട് പറ്റില്ല. ഈസ് എ കമ്പൽഡ് ടു പേ, നിർബന്ധിതമായിട്ടും പേ ചെയ്തിരിക്കണം. അതേപോലെ അപ്പോൾ എല്ലാ ഡാമേജിനുള്ളതും എല്ലാ കോസ്റ്റുകളും ആൾ സം വിച്ച് ഹീ മേ ഹാവ് പെയ്ഡ് അണ്ടർ ദ ടേംസ് ഓഫ് എനി കോംപ്രമൈസസ് ഓഫ് എനി സച്ച് സ്യൂട്ട്. അടുത്തതിനൊരു എക്സാമ്പിൾ പറയുന്നുണ്ട്. മിസ്റ്റർ എക്സ് ഹാസ് ലോസ്റ്റ് എ ഡിമാൻഡ് ഡ്രാഫ്റ്റ് 10,000 purchased from bank. He obtained duplicate DD by submitting indemnity board. The original DD was presented by, but the bank refused to pay since the original DD was lost and duplicate was issued. Y went to court and got decision in his favor. And got decision in his favor. Now the bank can recover the money paid from X. അടുത്താണ് കോൺട്രാക്റ്റ് ഓഫ് ഗ്യാരണ്ടി എന്ന് പറയുന്നതാണ്. എന്താണ് കോൺട്രാക്റ്റ് ഓഫ് ഗ്യാരണ്ടി? കോൺട്രാക്റ്റ് ഓഫ് ഇൻഡിമിനിറ്റി നമ്മൾ പറഞ്ഞു, ഇൻഡിമിനിഫയറും ഇൻഡിമിനിറ്റി ഹോൾഡറും ഉണ്ടായിരിക്കും അവിടെ, അല്ലേ? And as per section 126, a contract of guarantee is a contract to perform the promise or discharge the liability of third person. In case of his default, the person who give the guarantee is called the surety. The person in respect of whose default the guarantee is given is called principal debtor. Person to whom the guarantee is given is called creditor. എന്തൊക്കെയാണ് പറയുന്നത്? 126A പ്രകാരം a contract of guarantee is a contract to perform the promise or discharge the liability of a third person in case of his default. അതായത് തേർഡ് പേഴ്സൺ ഡീഫോൾട്ട് വരുത്തിക്കഴിഞ്ഞാൽ അവരുടെ പകരമായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ ഗ്യാരണ്ടി കൊടുക്കുകയാണ്, ഞങ്ങളിത് ചെയ്തോളാം എന്ന് പറഞ്ഞിട്ട്. മനസ്സിലായോ? ദ പേഴ്സൺ ഹൂ ഗീവ് ദ ഗ്യാരണ്ടി ഈസ് കാൾഡ് surety. The person in respect of whose default the guarantee is given is called principal debtor. To whom the guarantee is given is called creditor. അങ്ങനെ 3 പേഴ്സൺസ് ആണ് കോൺട്രാക്റ്റ് ഓഫ് ഗ്യാരണ്ടിയിൽ ഉണ്ടാവുക. അതൊക്കെ വൺ വേർഡ് ചോദിക്കുക. എത്ര പേഴ്സൺസ് ആണ് കോൺട്രാക്റ്റ് ഓഫ് ഗ്യാരണ്ടിയിൽ ഉണ്ടാവുക? 3 പേഴ്സൺസ് ആണ്. ആരൊക്കെയാണ്? ഷുവർട്ടി, പ്രിൻസിപ്പൽ ഡെപ്റ്റർ ആൻഡ് ക്രെഡിറ്റർ. ഇങ്ങനെ 3 പേരാണ്. കൺസിഡറേഷൻ ഫോർ ഗ്യാരണ്ടി. As per section 127, anything done or any promise made for the benefit of the principal debtor may be sufficient consideration to the surety for giving the guarantee. Example, X take a loan from bank and Y gives guarantee. In this case, bank is credited as X is the principal debtor, Y is the guarantor. If the X does not pay, the bank Y will have to pay. ഇൻഡിമിനിറ്റി വേഴ്സസ് ഗ്യാരണ്ടി. ഇൻഡിമിനിറ്റി വേഴ്സസ് ഗ്യാരണ്ടി. 2 പാർട്ടീസ് ആണ് ഉള്ളത്, ഇൻഡിമിനിഫയർ ആൻഡ് ഇൻഡിമിനിഫൈഡ്.
ഗ്യാരൻറ്റിയിലാണെന്നുണ്ടെങ്കിൽ 3 പാർട്ടി. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ ഏതൊക്കെയാണ് വരിക എന്നുള്ളത് ചോദിക്കുന്നത്. അപ്പോൾ 3 പാർട്ടീസാണ് ക്രെഡിറ്റർ, പ്രിൻസിപ്പൽ ഡെപ്റ്ററും ഷുവർട്ടി. 1 കോൺട്രാക്റ്റ് ആണ്. ഇത് കോൺട്രാക്ട്സ് ആണ്. ക്രെഡിറ്റർ ആൻഡ് പ്രിൻസിപ്പൽ ഡെപ്റ്റർ, ക്രെഡിറ്റർ ആൻഡ് ഷുവർട്ടി ആൻഡ് പ്രിൻസിപ്പൽ. ലൈക്ക് ഇങ്ങനെ 3 കോൺട്രാക്റ്റുകളാണ് ഇവിടെ കാണാനായിട്ട് പറ്റുക. അവിടെ മറ്റൊരുത്ത് 1 കോൺട്രാക്റ്റ് ആണ്. ഇൻഡിമിനിഫയർ പ്രൈമർലി ലയബിലിറ്റി ഓഫ് ദ ഷുവർട്ടി ഈസ് സെക്കൻഡറി. Indemnifier has to bear the loss and surety can recover the loss from the debtor. And this is the main differences between the indemnity and guarantee. And liability of a surety. ഇനി ഒരു ഷുവർട്ടിയുടെ ലയബിലിറ്റി എന്ന് പറയുന്നത് ആസ് പെർ സെക്ഷൻ 128 the liability of surety co-expensive with that of the principal debtor. ലയബിലിറ്റി ഓഫ് ഷുവർട്ടീൻ്റെ കേസിൽ ഇവിടെ എന്താ പറയുന്നത്, സെക്ഷൻ 128 ദ ലയബിലിറ്റി ഓഫ് ഷുവർട്ടി ഈസ് എക്സ്റ്റെൻസീവ് വിത്ത് ദാറ്റ് ഓഫ് ദ പ്രിൻസിപ്പൽ ഡെപ്റ്റ്. ഇറ്റ് മീൻസ് ദ guarantor is liable for the same sum for which the borrower is liable. It means that a guarantor is liable for the same sum for which the borrower is liable. Here the liability include not only the principal but also the interest and other charges payable by the debtor. As per section 137, mere forbearance on the part of the creditor to sue the principal debtor or to the enforce any other remedy against him does not discharge the surety. As per section 138, where the co-sureties are released by the creditor of one of them is does not discharge the other, neither does is free the sureties or released from his responsibility to the other sureties. Co-sureties who are bound to indifferent some are liable to pay equally as far as the limit of their respective obligation permits. When an act give time to the principal debtor is made by the creditor with a third person and not with that of the principal debtor, the surety is not discharged. The principal debtor and the guarantee are jointly and severely liable to the principal debtor. Example, A is the borrower, B is and C is the guarantor of the due to 10,000, and a bank can recover full amount jointly from A, B, C and individually from A, B, C. C pay the 10,000, B is liable to pay 5,000 to C.